മഹാഭാരതം രചിക്കാൻ വ്യാസന്റെ സഹായത്തിന് ഗണപതി എത്തിയ ഒരു കഥയുണ്ട്. വ്യാസൻ ശ്ലോകങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ഗണപതി അത് എഴുതുകയും ചെയ്യുകയായിരുന്നു. ഒരു നിബന്ധനയോടെയാണ് ഗണപതി എഴുതാൻ സമ്മതിച്ചത്. വ്യാസമഹർഷി, അങ്ങ് ഒരിടത്തും നിർത്താതെ പറഞ്ഞു തരണം. തടസ്സം വന്നാൽ ഞാൻ എഴുത്തു നിർത്തേണ്ടി വരും. അങ്ങനെയായാൽ ഞാൻ ഇവിടം വിടാം. വ്യാസൻ അത് സമ്മതിച്ചു. പക്ഷേ വ്യാസനും ഒരു നിബന്ധന തിരിച്ചുവെച്ചു. ശിവപുത്രനായ ഗണേശ, ഞാൻ പറയുന്നത് മനസ്സിലാക്കിയിട്ട് മാത്രമേ അങ്ങ് എഴുതാവൂ. വ്യാസൻ വളരെ വേഗത്തിൽ ശ്ലോകങ്ങൾ പറഞ്ഞുകൊടുത്തു. എന്നാൽ ഇടയ്ക്ക് ഗണപതിക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ പ്രയാസമുള്ള ചില സങ്കീർണമായ ശ്ലോകങ്ങൾ വ്യാസൻ ഉൾപ്പെടുത്തി. ഈ സമയം ഗണപതി അത് മനസ്സിലാക്കി എഴുതുമ്പോഴുള്ള ഇടവേളകളിൽ വ്യാസൻ അടുത്ത ശ്ലോകങ്ങൾ തയ്യാറാക്കാൻ സമയം കിട്ടി. അങ്ങനെ മഹാഭാരതത്തിന്റെ രചന പൂർത്തിയാക്കി.